ആപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഉണ്ടാവും. അതായത് ഓരോ ടോപ്പിക് വൈസ് നമുക്ക് എടുക്കുന്ന ഫാക്കൽറ്റീസിനെ എടുത്ത ക്ലാസ് ഉണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ 500+ ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഉണ്ടാവും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡിൻ്റെ സൊല്യൂഷൻസ്, ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മെൻറ്റേഴ്സ്, അല്ലാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഡൗട്ട് ചോദിക്കാനുള്ള ഫാക്കൽറ്റീസ് എല്ലാം ടാബിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് NCERTൻ്റെ PDF, പിന്നെ ബയോളജീൻ്റെ കേസിലാണെങ്കിൽ ബയോളജിയിൽ നമുക്ക് പോഡ്കാസ്റ്റ് ഉണ്ട്. അത് എവിടുന്നും കേൾക്കാൻ സിമ്പിളായിട്ട് അവൈലബിൾ ആയിട്ട്, അതായത് ഒരു റിവിഷൻ പോലെ, ക്വിക്ക് റിവിഷൻ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോഡ്കാസ്റ്റ് ഉണ്ട്. അങ്ങനെ ടാബിൽ നമുക്ക് ആവശ്യമുള്ള, അതായത് ഒരാളൊരു ദിവസം ലീവാണ് വെച്ചെങ്കിലും ഒരു പോർഷൻ മിസ്സാവാതെ എല്ലാം കവർ ചെയ്യാനുള്ള എല്ലാം ഉണ്ട് ടാബിൽ. പിന്നെ നമുക്ക് ടാബിൽ തന്നെ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമുക്ക് മെൻറ്റർഷിപ്പ് ഉണ്ട്. മെൻറ്റർഷിപ്പ് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഡൗൺ ആയി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ടാബ് എടുക്കുക, ടൈപ്പ് ചെയ്യുക മെൻറ്റേഴ്സ്. അത് നമുക്ക് എങ്ങനെയാണ് നമ്മളായിട്ട് ഡീൽ ചെയ്യേണ്ടത് അതേപോലെ നമ്മളെ പൊന്തിച്ച് കൊണ്ടുവന്ന് തന്നോളും. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യണതിൻ്റെ ഇടയിൽ ഡൗട്ട് വന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയണില്ല, അങ്ങനെയൊക്കെ വന്നാൽ ഫോട്ടോ എടുത്തും കണ്ട് അയച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ സൊല്യൂഷനും എക്സ്പ്ലനേഷൻ ഫുള്ള് വോയിസ് ആക്കി ഇട്ടുതരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായി നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ടാബിൽ അങ്ങനത്തെ കുറേ അടിപൊളി കുറേ ഫീച്ചേഴ്സ് ഉണ്ട്.